അദ്ദേഹത്തിന് ആ പാഠം നന്നായിട്ടുണ്ട്. CPM പോലെ രാഷ്ട്രീയ പാർട്ടിയോട് വിലപേശാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അൻവറിന് LDF പുറത്തു വരേണ്ടി വന്നത്. കാര്യം വിലപേശം നമുക്കറിയാം. PU അൻവർ CPM LDF ആയി ബന്ധപ്പെട്ട് തുടങ്ങുന്ന സമരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദൈനംദിന അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ കാണുന്നതും അദ്ദേഹം പിണറായി വിജയനെ കാണാൻ പോകുന്നതും ഗോവിന്ദ മാഷെ കാണാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഒരു വിലപേശലിനും CPM തയ്യാറായില്ല എന്നുള്ള അദ്ദേഹത്തിന് പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിലപേശലല്ല കോൺഗ്രസിനോട് എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നൽ ചെയ്യുന്നത് അത് ഒട്ടും തന്നെ അദ്ദേഹത്തിന് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. അതേ സമയത്ത് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയം ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിന് കൂടി ബാധ്യതയാണ്. ആ വോട്ട് നാളെ തിരിഞ്ഞു പോയിക്കാൻ തീർച്ചയായിട്ടും വോട്ടെണ്ണി കഴിയുമ്പോൾ സ്ഥിതിയും ആണെങ്കിൽ അൻവറുടെ സ്ഥിതിയും പരിങ്ങലിലാവും. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അൻവറും ഇതിൻ്റെ അകത്ത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കഴിവുള്ള ഒരാളാണ് അൻവർ. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ശ്രീ സമ്പത്ത് പറയുകയുണ്ടായി അങ്ങയുടെ മോഹം പൂണിയുമെന്ന് പ്രവചിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു തുടരും എന്നത് ഊന്നി പറയുകയും ചെയ്തു അദ്ദേഹം. അതിന് മറുപടി പറയുക. കൂടാതെ ശ്രീ നൗഷാദ് അലി അങ്ങ് പറഞ്ഞാലും 2 ദിവസത്തിനകം അൻവർ കൂടെ വരുമെന്ന്, അതെന്തായാലും കീഴടങ്ങിയൊരു അൻവർ ആയിരിക്കില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് അൻവർ ഈ രൂപത്തിലൊരു പ്രതികരണം നടത്തുകയുമില്ല. അപ്പോൾ അൻവർ വരും, അൻവർ തന്നെ ഉദ്ദേശിക്കുന്ന ചില ഉപാധികളോടെ തന്നെ ആയിരിക്കില്ലേ ആ വരവ്? പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് പരസ്യമായി ഈ പറയുന്ന ധാർമ്മിക വിജയം അവകാശപ്പെടാമെങ്കിലും വേണു, നിങ്ങൾ നോക്കുക, നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഇടത് MLA ആയിരുന്നു PV അൻവർ. ആ MLA ഇടതുമുന്നണിക്കും CPM-നും അതിൻ്റെ ക്യാപ്റ്റനായ പിണറായി വിജയനൊക്കെ മാരകമായ പ്രഹരങ്ങളെ ഏൽപ്പിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രി റിയാസ് എന്ന പേരിൽ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് ആരും പറയാത്ത വഴികളിലൂടെയും കഥകളിലൂടെയും പോയി മുന്നോട്ട് വന്ന ഒരാളാണ് അൻവർ. അത് CPM എന്ന പാർട്ടിക്കും LDF-നും അവിടെ എത്രമാത്രം പരിക്കേൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. രണ്ടാമതായിട്ട് അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA പദവി രാജിവെച്ച് ഇറങ്ങി വന്നു. അതും CPM-നും ഇടതു മുന്നണിക്കും വലിയ തോതിലുള്ള ഇളക്കങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവിടെ അലങ്കോലമായി കിടക്കുന്നത് ഇടതു മുന്നണിയും CPM-ഉമാണ്. UDF എന്നത് 2011-ലും 2016-ലും 2021-ലും ഒക്കെ ഉള്ള അതേ UDF, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 2025-ലും അതേ ശക്തിയോടുകൂടി അവിടെ നിലകൊള്ളുന്നുണ്ട്. അവിടെ അൻവർ UDF-നെ പരിപൂർണമായി സഹായിച്ച് മുന്നോട്ട് വരുന്ന പക്ഷം UDF-ന്റെ പിന്തുണയും വിജയമൊക്കെ ഭൂരിപക്ഷമൊക്കെ ശതഗുണീഭവിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അൻവറിന് ഒരു എതിരായൊരു നിലപാടെടുക്കുകയോ അൻവറിനെ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നും UDF-നേക്കാൾ ബാധിക്കുക LDF-നെയാണ്. കാരണം അവരുടെ പാളയത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിന്ന് MLA ആയിരുന്ന ഒരാൾ മാറ്റിക്കൊണ്ടുപോകുന്ന വോട്ടുകളൊക്കെ അവരെയാണല്ലോ ബാധിക്കുക. അൻവർ UDF-ലേക്ക് വരുന്ന അല്ലെങ്കിൽ UDF-നെ പിന്തുണക്കുന്ന പക്ഷം ആ വോട്ടുകളും കൂടി UDF-ന്റെ ഭാഗമാകുമ്പോൾ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. എന്നാൽ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്ന പക്ഷവും LDF-നുണ്ടാകുന്ന കോട്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും.